പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മാറുകയാണ് എന്നാണ് അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പാകിസ്ഥാൻ പറയുന്നു ഞായറാഴ്ച സ്വിറ്റ്സർലാൻഡിൽ ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിക്കുമെന്ന്. എന്നാൽ JD വാൻസ് പറയുന്നു സ്വിറ്റ്സർലാൻഡിലേക്ക് ഏതാനും മണിക്കൂറുകൾക്കകം യാത്ര തിരിക്കുമെന്ന്. ഇറാനും ഇതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര പോകുവാനും അമേരിക്കയുമായി ഒരു ചർച്ചക്കൊരുങ്ങുവാനും എല്ലാറ്റിനും ആ MOU മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുന്നു. പക്ഷേ ആ MOUയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും പൂർത്തീകരിക്കുന്നുണ്ടെന്ന്, അത് ലെബനാനിലെ യുദ്ധം ഇസ്രയേൽ നിർത്തുന്നുണ്ട് എന്നുമൊക്കെയുള്ള കാര്യം അമേരിക്ക ഉറപ്പുവരുത്തിയാൽ മാത്രമെന്ന് ഇറാൻ പ്രതികരിക്കുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാന്റെ IRGC എന്ന് പറയുന്ന ഇറാൻ സൈന്യം ഇന്നലെ രാത്രി അറിയിച്ചിട്ടുള്ളത് ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ വീണ്ടും അടക്കുന്നു എന്നാണ്. കാരണം ഇസ്രയേൽ ലെബനാനിൽ ആക്രമണം അഴിച്ചുവിടുന്നത് കൊണ്ട് എന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് ഒരു പൂർണ്ണമായ തോൽവി ഏറ്റുവാങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ സൈൻ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടഞ്ഞു കിടക്കുന്നത് തന്നെയാണ്. അത് ലോകം എക്കണോമിയിൽ വരുത്തിയ മാറ്റങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിലും അമേരിക്കൻ ജനങ്ങളിൽ നിന്നും ലോക ജനതകളിൽ നിന്നും പ്രസിഡന്റിനുണ്ടാകുന്ന പ്രഷർ കൊണ്ട് തന്നെയാണ് ഒരു വലിയ എക്കണോമിക്കൽ തകർച്ചയിലേക്ക് നയിച്ച ഒരു പ്രസിഡന്റായി ഭാവിയിൽ അറിയപ്പെടാൻ താൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ വീണ്ടും സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കൻ ഭരണകൂടത്തിനുണ്ടാക്കുന്ന തലവേദന ചെറിയ തലവേദനയല്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി പ്രസിഡന്റ് ട്രംപിനെ ഇസ്രയേലിനെ കൊണ്ട് യുദ്ധം നിർത്തിക്കുവാൻ വീണ്ടും പ്രഷർ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം എന്നാണ് അന്താരാഷ്ട്ര അനലിസ്റ്റുകളൊക്കെയും പറയുന്നത്. പക്ഷേ ഈ വാർത്ത വന്നതിന് ശേഷം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഇപ്പോൾ നിയന്ത്രിക്കുന്നില്ലെന്നും ഇന്നും അതുവഴി 55ഓളം കപ്പലുകൾ നിരുപാധികം കടന്നുപോയെന്നും ലോകത്തേക്കുള്ള എണ്ണകളും ചരക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയെന്നും ഞങ്ങളത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുമാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് മാത്രമാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഒരുപക്ഷെ യുദ്ധം ഇത്തരത്തിൽ തന്നെ ലെബനാനിൽ യുദ്ധം തുടരുകയാണെങ്കിൽ IRGC കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ള സൂചന തന്നെയാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ.